ചേച്ചി, ഞാൻ നിന്നെ 3-4 തവണ വിളിച്ചു. നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഞാൻ ആകെ പേടിച്ചു പോയി. അത് പിന്നെ ഞാൻ ഫോൺ റൂമിൽ വെച്ചിട്ട് ആഹാരം കഴിക്കാൻ പോയതാ ചേച്ചി. അല്ല, ചേച്ചി എന്തിനാ പേടിച്ചത്? ഞാൻ എൻ്റെ ഭർത്താവിന്റെ വീട്ടിലല്ലേ. അത് തന്നെ എന്റെ ഏറ്റവും വലിയ പേടി. എന്റെ പേടി അവിടെ നിൽക്കട്ടെ. നിന്റെ ഭർത്താവിന്റെ അമ്മയും കസിൻ ചൈത്രയൊക്കെ എന്ത് പറയുന്നു? അത് പിന്നെ വലിയ കുഴപ്പമില്ല ചേച്ചി. മിഥുനേട്ടൻ എന്നെ വലിയ കാര്യമാണല്ലോ, അതുകൊണ്ട് വേറെ ആരും എന്നോട് വഴക്കുണ്ടാക്കാൻ വരില്ല. മിഥുനേട്ടൻ എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല. ഇവിടെ എല്ലാത്തിനും ജോലിക്കാരുണ്ടല്ലോ. എനിക്ക് വെറുതെ അണിഞ്ഞൊരുങ്ങി റൂമിലിരുന്നാ മാത്രം മതി. ബോറടിയാ ആകെയുള്ള ഒരേ ഒരു പ്രശ്നം. എത്ര നേരാന്ന് വെച്ചാ മൊബൈലിൽ നോക്കിയിരിക്കുന്നേ. നീ പറയുന്നതൊക്കെ സത്യാണോ? ഞങ്ങൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം കള്ളം പറയല്ലേ? അവിടെ സന്തോഷമാണെന്ന് അഭിനയിക്കല്ലേ? അല്ല ചേച്ചി, എനിക്ക് സന്തോഷം തന്നെയാ. എന്നു മുതലാ നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയത്? അവിടെ നിന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് എനിക്കറിയാം. ഉള്ളത് തുറന്നു പറഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റൂ. മനസ്സിൽ വിചാരിക്കുമ്പോൾ ഓടിയെത്താൻ പറ്റാവുന്ന അത്രയും അടുത്തല്ല ഞങ്ങള്. എനിക്കൊരു പ്രശ്നമില്ല ചേച്ചി. ചേച്ചി എന്തിനാ ഞാൻ കള്ളം പറയാന്ന് വിചാരിക്കുന്നേ? ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ? നിന്റെ അവസ്ഥ അറിയാൻ എന്നെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല. നിന്റെ മനസ്സ് നോവുമ്പോ ഞാനതറിയും. സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ പോലും ഒന്നും തുറന്നു പറയാതെ ഹൃദയം ചുട്ടു പഴുക്കുമ്പോഴും മുഖത്തൊരു പുഞ്ചിരി അണിഞ്ഞു നിൽക്കുന്ന സ്വഭാവം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ ചുറ്റുമുള്ള പഞ്ചാഗ്നിയുടെ ചൂട് എനിക്കറിയാം മോളെ. ഇനി നീ പ്രതികരിക്കണം. വെട്ടാൻ വരുന്ന പോത്തിന്റെ മുമ്പില് കരഞ്ഞു നിന്നിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണം. സഹിക്കാൻ പറ്റാതെ വന്നാ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോരണം. ചേച്ചി ഇതൊക്കെ പറയുന്നത് എന്റെ വയറ്റിലുള്ള കുഞ്ഞിന് വേണ്ടിയിട്ടാ. ചേച്ചി വെറുതെ എഴുതാപ്പുറം വായിക്കുക. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ആരെ ആക്രമിക്കേണ്ട കാര്യമില്ല. പിന്നെ ചേച്ചി, 2-ാം മാസം ആവുമ്പോഴേക്കും വൊമിറ്റിംഗ് തുടങ്ങുമെന്നൊക്കെയാ ഞാൻ കേട്ടിരിക്കുന്നേ. അതൊക്കെ ചോദിക്കാൻ രാത്രിയിൽ ഞാൻ അമ്മയെ വിളിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആന്റിയോട് ചോദിക്കാമെന്ന് മിഥുനേട്ടൻ പറയുന്നുണ്ട്. എന്നാലും പ്രഗ്നൻസിയുടെ കാര്യം സംസാരിക്കാൻ അമ്മയമ്മേക്കാൾ നല്ലത് സ്വന്തം അമ്മ തന്നെയല്ലേ? പക്ഷേ നീ പ്രഗ്നന്റ് ആണെന്ന് നമ്മുടെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. പിന്നെ നീ എങ്ങനെ അതേക്കുറിച്ച് സംസാരിക്കും? എന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കണ്ടുപിടിച്ച തന്ത്രമേ പാളിപ്പോയി മോളെ. അല്ലെങ്കിലും കള്ളത്തരം പറഞ്ഞ് കൂടുതൽ പിടിച്ചു നിൽക്കാനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. ചേച്ചി, ഞാൻ കള്ളം പറയാലെന്ന് പലവട്ടം പറഞ്ഞു. ഇനി എനിക്ക് ദേഷ്യം വരും കേട്ടോ. വേണ്ട, ഞാനും കൂടി നിന്നെ വിഷമിപ്പിക്കുന്നില്ല. ആഹാരം കഴിച്ചെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. ഞാൻ വൈകുന്നേരം വിളിക്കാം. ശരി. കീർത്തി ധ്വനിയെ പോലെയല്ല, വെറും പാവം അവള്. അവളും ധ്വനിയെ പോലെ മുന്നും പിന്നും നോക്കാതെ തൻ്റെ അടുത്തോട് പ്രതികരിക്കുന്നവളായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ടെൻഷൻ അടിക്കേണ്ടി വരില്ലായിരുന്നു. നീ ഇന്നും കോച്ചിങ്ങിന് പോയിട്ട് വൈകിയാ വന്നതെന്ന് ഞാൻ അറിഞ്ഞു. കോച്ചിങ് കഴിഞ്ഞാ വേറെ എവിടെയും പോകാതെ ഇവിടെ വരണമെന്ന് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാ.
എന്റെ വാക്കുകൾക്ക് നീ പുല്ല് വില പോലും കൊടുക്കാത്തോണ്ടല്ലേ? അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഞാനൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പോയതാ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞാനൊരാളെ സഹായിക്കുന്നത് തെറ്റാണോ? ഹെൽപ്പ് ചെയ്യുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ നീ ആരെ എന്ത് കാര്യത്തിനാണ് സഹായിച്ചതെന്ന് ഞങ്ങൾക്കറിയണം. നിന്റെ ഉടായിപ്പൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഉള്ളതുപോലെ പറഞ്ഞാ മതി. നിങ്ങൾക്കെന്താ എത്ര ഗൗരവം? എനിക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ഏട്ടനും മാളു ചേച്ചി മാത്രമേ ഉള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളോട് കള്ളമൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. എന്റെ മനസ്സിലുള്ള കുഞ്ഞു കാര്യങ്ങൾ പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്നെ വിശ്വസിക്കാതെ പെരുമാറുന്നത് കുറച്ച് കഷ്ടമാണ്. ഹേയ്, നിന്നെ ഞങ്ങൾക്കൊരു വിശ്വാസക്കുറവില്ലടാ. ഞങ്ങൾക്ക് പേടി നിന്നെയല്ല, നിന്റെ ചുറ്റുമുള്ള ലോകത്തെയാ. നീ മറ്റുള്ളവരെ കാണുന്നത് പോലെ ആവില്ല അവര് നിന്നെ കാണുന്നത്. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ഞാൻ ഒരു കുഴിയിലും ചെന്ന് വീഴില്ലേച്ചി. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആര്യനെ തന്നെയാ. ആര്യനൊരു വലിയ ഇൻഷുറൻസ് പോളിസിയുടെ ആവശ്യമുണ്ട്. ഞാനാ അത് സെറ്റാക്കി കൊടുക്കുന്നത്. സത്യമാണോ നീ പറയുന്നത്? ആരും നിന്നെ അടുപ്പിക്കുന്നില്ലെന്നാണല്ലോ ആദ്യം നീ പറഞ്ഞത്. അതൊക്കെ പണ്ട്. ഞാനും ആര്യനും തമ്മിലുള്ള ഇപ്പോഴത്തെ അടുപ്പം നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ഞങ്ങളുടെ റിലേഷനെ കുറിച്ച് വിശ്വാസം വരാൻ വേണ്ടിയായി ഫോട്ടോ എടുത്തത്. ഇതേതോ വീട്ടിൽ വെച്ചെടുത്ത ഫോട്ടോ പോലെ ഉണ്ടല്ലോ. ആര്യന്റെ പല വീടുകളിൽ ഒന്നാ ഇത്. ആര്യൻ ഇവിടെ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. ആ വീട്ടിൽ പോയാ ഞാൻ ആര്യനെ കാണുന്നത്. കല്യാണം കഴിഞ്ഞ ആര്യന്റെ ഡാഡി പാർട്ടീഷൻ നടത്തി സ്വത്തുക്കൾ ഞങ്ങൾക്ക് തരും. അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടി സൗകര്യമുള്ള വലിയ വീട്ടിലേക്ക് മാറും. അവള് പറയുന്നത് അനുപേട്ടൻ കേട്ടില്ലേ? ആ പയ്യൻ എത്രക്കാരനാണെന്നൊന്നും അറിയില്ല. അയാളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത് ഒട്ടും ശരിയല്ല. അയാൾ ഒറ്റയ്ക്കാ താമസം പറഞ്ഞത്. ഈ ഇടിവെട്ടിവനെ പാമ്പ് കടിച്ച അവസ്ഥയിൽ നിൽക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആദ്യം ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പോ നാളെ ആര്യൻ എന്റെ കയ്യിൽ നിന്ന് പോളിസി എടുക്കും. ഇതിലൂടെ ഞങ്ങൾ തമ്മിൽ കൂടുതൽ എടുക്കും.